പാപം ആവർത്തിക്കരുത്, ആദ്യത്തേതുപോലും ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല. പ്രഭാഷകൻ്റെ പുസ്തകം വായനയാണ് 7-ാം അധ്യായം 8-ാം തിരുവചനം. എല്ലാ ചുമടുകളും ചുമക്കേണ്ട ബാധ്യതയൊന്നും നമുക്കില്ല. ചില ചുമടുകൾ ഒഴിവാക്കുന്നതാണ് ആത്മാവിന് അഭികാമ്യം. ലെസ് ലഗേജ് മോർ കംഫർട്ട് എന്ന് കേട്ടിട്ടില്ലേ? കുറേ ഭാരങ്ങൾ ചുമന്ന് നമ്മുടെ ചുമലും മുതുകും വല്ലാതെ തേഞ്ഞു പോകുന്നുണ്ട്. ചില വഞ്ചിയും വലയും ഉപേക്ഷിച്ചാലേ വയലിലെ നിധി കണ്ടെത്താനാവൂ എന്ന് തച്ചൻ്റെ മകൻ ആ കടൽ തീരത്തുള്ള ചെറുപ്പക്കാരെ പഠിപ്പിക്കുന്നുണ്ട്. പാപത്തിൻ്റെ ഭാരമാണ് പറഞ്ഞു വരുന്നത്. 2ാം ഹവ്വയായി മറിയം മാറിയത് ഹവ്വ ചെയ്ത പാപത്തിൻ്റെ കറയകറ്റാനാണ്. എല്ലാ കറകളും നല്ലതല്ല കുഞ്ഞ്. പരസ്യങ്ങളിൽ കറ നല്ലതാവും, പക്ഷേ ജീവിതത്തിൽ അത് അത്ര കണ്ട് നല്ലതല്ല. അമ്മയുടെ ജീവിതകാണ്ഡത്തിൽ ഒരിക്കൽ പോലും കറ പുരണ്ടിട്ടില്ല എന്നതാണ് അവളെ മറ്റു സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. അവൾ പുത്തൻ പെന്തക്കോസ്തയായത് പാപഭാരമില്ലാതെ ജീവിച്ചതിനാലാണ്. പാപം കഴുകിക്കളയാനാണ് അമ്മ ആവശ്യപ്പെടുന്നത്. മാനസാന്തരപ്പെടുവിൻ എന്ന് ക്രിസ്തുവും സ്നാപകനും ഒരേ സ്വരത്തിൽ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ മറക്കാതെ ആ മൊഴികൾ നെഞ്ചിലേറ്റി ജീവിതം അഭിഷേകപൂർണ്ണമാക്കാം. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.